നമ്മുടെ മലയാള സിനിമ പ്രഗത്ഭരായ സംവിധായകരെ കൊണ്ട് അനുഗ്രഹീതമാണ്. അതായത് പ്രഗത്ഭരായ നടന്മാരെ പോലെ തന്നെ പ്രഗത്ഭരായ സംവിധായകരെ കൊണ്ടും അനുഗ്രഹീതമാണ് നമ്മുടെ മലയാള സിനിമ. അതിൽ എടുത്തു പറയത്തക്ക ചില സംവിധായകരുണ്ട്. ഉദാഹരണം തന്നെ നമ്മുടെ പ്രിയദർശൻ, ഭരതൻ, പത്മരാജൻ, സത്യനന്ദിക്കാട്, IV ശശി, ലെനിൻ രാജേന്ദ്രൻ, KG ജോർജ്, അരവിന്ദൻ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരെ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ മലയാള സിനിമ. ആ മലയാള സിനിമയിൽ ഈ പ്രഗത്ഭരായ സംവിധായകരുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംവിധായകനുണ്ട്. അതായത് ഹിറ്റ് സംവിധായകൻ. 1970-90 കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് ഒട്ടേറെ വമ്പൻ ഹിറ്റുകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട IV ശശി സാറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വമ്പൻ ഹിറ്റായിരുന്നെന്ന് നമുക്ക് പതുക്കെ പറയേണ്ട ഒരു കാര്യമല്ല. അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വമ്പൻ ഹിറ്റുകൾ തന്നെയായിരുന്നു. അതായത് ഒട്ടുമിക്ക വലിയ താരങ്ങളെയെല്ലാം വെച്ച്, വലിയ താരങ്ങളല്ലാത്തവരെ വെച്ചെല്ലാം സിനിമ ഹിറ്റാക്കിയ ഒരു വലിയ സംവിധായകൻ തന്നെയാണ് IV ശശി. അദ്ദേഹം ജനിച്ചത് കോഴിക്കോടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് 1975 ഇറങ്ങിയ ഉത്സവം എന്ന ചിത്രമാണ്. ആ ചിത്രം കണ്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ മികവ് എത്രത്തോളം വലുതായിരുന്നുവെന്ന്. അന്നത്തെ കാലത്ത് വ്യത്യസ്തമായ രീതിയിലൊരു സിനിമ സംവിധാനം ചെയ്ത് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തിയ ഒരു വലിയ സംവിധായകൻ തന്നെയാണ് ശ്രീ IV ശശി. ഉത്സവം സിനിമയിൽ അന്നത്തെ വലിയ താരങ്ങളായിരുന്നു അഭിനയിച്ചത്. ഉദാഹരണത്തിന് ഉമ്മർ, ശ്രീവിദ്യ, രാഘവൻ, വിൻസെൻ്റ്, സോമൻ തുടങ്ങിയ അന്നത്തെ വലിയ താരങ്ങളായിരുന്നു ഉത്സവത്തിലെ അഭിനേതാക്കൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നായകന്മാർ കാണും. അതായത് വലിയ താരങ്ങൾ മുതൽ ചെറിയ താരങ്ങൾ വരെ എല്ലാവർക്കും അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെക്കുവാനുള്ള ഒരു സൗകര്യം അദ്ദേഹത്തെ എല്ലാ സിനിമകളിലും ഉണ്ടാകും. ഒരു ചെറിയ വേഷമാണെങ്കിൽ ആ വേഷത്തിൽ അവരെ നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു മൃഗയ എന്ന സിനിമ. മൃഗയിലെ ഭീമൻ രഘുവിൻ്റെ കഥാപാത്രം. ഭീമൻ രഘു എന്ന ആ വലിയ നടൻ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വില്ലനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും മൃഗയിലെ പേപ്പട്ടി കടിച്ച് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം നമ്മളെല്ലാം ഒരുപാട് കരയിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു ഭീമൻ രഘു എന്ന വലിയ കലാകാരൻ ആ സിനിമ ചെയ്തത്. അപ്പം ആ സിനിമ സംവിധാനം ചെയ്ത IV ശശി ആയിരുന്നു. ലോഹിദാസ് ആയിരുന്നു ആ സിനിമയുടെ തിരക്കഥ. അത് ഏത് തിരക്കഥാകൃത്തിൻ്റെ സിനിമയായാലും, ആര് എഴുതിയ സിനിമയായാലും IV ശശി സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ പത്തരമാറ്റ് തങ്കം തന്നെയായിരിക്കും. അദ്ദേഹം ഒരുപാട് തിരക്കഥാകൃത്തുക്കളുടെ, ഒരുപാട് കഥാകൃത്തുക്കളുടെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പത്മരാജൻ്റെ, MD വാസുദേവൻ നായരുടെ, അതുപോലെ ലോഹിദാസിൻ്റെ, T ദാമോദരൻ, രഞ്ജിത്ത്, ഇങ്ങനെ ഒട്ടുമിക്ക വലിയ എഴുത്തുകാരുടെ എല്ലാ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിലൂടെ ആ സിനിമകളെല്ലാം മികച്ചതാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാണും. നല്ല മ്യൂസിക്കുകളായിരിക്കും. അതുപോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി, മോഹൻലാൽ ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നത് IV ശശി സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരിക്കും. അതിൻ്റെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഹിംസ, കരിമ്പിൻ പൂവിനക്കരെ, വാർത്ത, അതിരാത്രം, എതിർപ്പുകൾ, ഇങ്ങനെ ഒട്ടേറെ ചിത്രങ്ങൾ. അന്ന് മമ്മൂട്ടി മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒട്ടേറെ സിനിമകൾ അന്ന് IV ശശി സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം JC ഡാനിയൽ പുരസ്കാരം മേടിച്ച ഒരു സംവിധായകനാണ് IV ശശി. അതായത് പ്രഗത്ഭനായ മലയാള സിനിമയിലെ പ്രഗത്ഭരായ സംവിധായകരുടെ കൂട്ടത്തിൽ ഒന്നാം നിരയിൽ നിർത്തേണ്ട ഒരു സംവിധായകൻ തന്നെയാണ് IV ശശി. അദ്ദേഹം സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുടുംബചിത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ വലിയ ആക്ഷൻ സിനിമകളും സംവിധാനം ചെയ്യുമായിരുന്നു. സാധാരണ ഓരോ സംവിധായകരും ഓരോ പാറ്റേണിലാണ് പോകുന്നത്. ചിലവർ കുടുംബചിത്രം മാത്രമേ സംവിധാനം ചെയ്യും. അവർ ആക്ഷൻ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചിലർക്ക് ആക്ഷൻ സിനിമ ചെയ്യുന്നവർക്ക് ചിലപ്പം കുടുംബ സിനിമ ചെയ്യുമ്പോൾ അത്രത്തോളം ശരിയാവത്തില്ല. അങ്ങനെയൊക്കെ ഓരോ സംവിധായകരും ഓരോ സംവിധാന ശൈലിയാണ്. പക്ഷേ IV ശശി ആക്ഷൻ സിനിമ ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം
നല്ല നല്ല കുടുംബ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണം തന്നെയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രം. ആ സിനിമ സംവിധാനം ചെയ്യുന്ന IV ശശി തന്നെയാണ് ദേവാസുരം പോലുള്ള ദി സിറ്റി ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ, അവനാഴി പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്തത്. അപ്പം ഏത് ടൈപ്പ് സിനിമകളും IV ശശിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു എന്നത് വളരെ പച്ചയായ സത്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ നായികയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സീമയാണെന്ന് തോന്നുന്നു. കാരണം അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സീമയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ആ സീമയെ തന്നെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. ആ സീമ പിന്നെ മലയാള സിനിമയിലെ സൂപ്പർ ഡൂപ്പർ നടിയായി മാറുകയും ചെയ്തു. ഇന്നും മലയാളി പ്രേക്ഷകർക്ക് സീമ എന്ന നടിയുടെ പല സിനിമകളും മറക്കുവാൻ കഴിയത്തില്ല. അവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് മനോഹരമായിരുന്നു. അവരത്രത്തോളം വലിയൊരു അഭിനേത്രി തന്നെയാണ് സീമ. ആ സീമയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട IV ശശി സാറായിരുന്നു. അദ്ദേഹം ഒട്ടുമിക്ക താരങ്ങളെ വെച്ചും സിനിമ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സുരേഷ് ഗോപിയെ വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ താരനിര നോക്കിക്കഴിഞ്ഞാൽ ജയനെ വെച്ച് കുറേ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അതിന് ഉദാഹരണമായിരുന്നു മീന്, അങ്ങാടി, കരിമ്പന എന്നീ ചിത്രങ്ങൾ. ഈ അങ്ങാടി സിനിമ റിലീസായ സമയത്ത് നമ്മൾ ഒരു കേട്ട ചരിത്രമാണ്. അങ്ങാടി സിനിമ റിലീസായ സമയത്ത് സിനിമ തിയേറ്ററിൻ്റെ മതിൽ വരെ ഇടിച്ച് ആളുകൾ കയറി എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു അങ്ങാടി. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാവാനുള്ള കാരണം അന്നത്തെ ആക്ഷൻ കിങ്ങായ ജയനും അതുപോലെ അന്നത്തെ മുടിചൂടാ മന്നനായ സംവിധായകനായ IV ശശിയും കൂടി ചേരുമ്പോൾ ആ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഉദാഹരണം തന്നെയാണ് ആ തിയേറ്ററിൻ്റെ മതിൽ ഇടിച്ച് കളഞ്ഞത് എന്ന് പറയുന്നത്. അതുപോലെ വമ്പൻ ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് സംവിധാനം ചെയ്ത് അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ തന്നെയാണ് IV ശശി. 1921 എന്ന ചിത്രം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ മികവ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പഴയ സിനിമകളും നമ്മൾ വീണ്ടും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുമ്പോൾ അറിയാം IV ശശി എന്ന സംവിധായകൻ എത്രത്തോളം കഴിവുള്ള സംവിധായകനായിരുന്നു എന്ന്. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത സംവിധായകരുടെ കൂട്ടത്തിൽ ഒന്നാം നിരയിൽ IV ശശി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് ദേവാസുരം എന്ന ചിത്രം അന്നത്തെ വൻപൻ ഹിറ്റ് സിനിമയായിരുന്നു. ഈ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമായിരുന്നു രാവണപ്രഭു. ഇത് എഴുതിയത് രഞ്ജിത്താണ്. അപ്പം ദേവാസുരം സംവിധാനം ചെയ്തത് IV ശശിയും രാവണപ്രഭു സംവിധാനം ചെയ്തത് രഞ്ജിത്തുമായിരുന്നു. രാവണപ്രഭു ഒരു മോശം സിനിമയല്ല. വലിയ സംഘടനകളും എല്ലാ തട്ടുപൊളിപ്പൻ രീതികളും ചേർത്തുകൊണ്ട് രാവണപ്രഭു ഹിറ്റ് സിനിമയായിരുന്നു. എന്നാലും നമുക്ക് ദേവാസുരം കാണുന്ന ദേവാസുരം സിനിമ കാണുന്ന ആ ഒരു സുഖം ഒരിക്കലും നമുക്ക് രാവണപ്രഭു കണ്ടാൽ കിട്ടത്തില്ല. കാരണം ദേവാസുരം അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു IV ശശി എന്ന സംവിധായകൻ ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ 2, 3 ഒക്കെ ഇനി എത്ര വന്നു കഴിഞ്ഞാലും ആ ദേവാസുരത്തിൻ്റെ ആ ഒരു സുഖം നമുക്കൊരിക്കലും കിട്ടത്തില്ല. അതുപോലെ തന്നെയായിരുന്നു മമ്മൂട്ടിക്ക് അവാർഡ് മേടിച്ച സിനിമകളും IV ശശി സംവിധാനം ചെയ്ത സിനിമകളുണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തു എന്നുള്ള രണ്ടുപേരെയും തുല്യ കഥാപാത്രത്തോടെ ഒരു സിനിമയിൽ തന്നെ രണ്ടുപേരെയും ഒന്നിച്ച് അഭിനയിപ്പിച്ച് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തതും IV ശശി എന്ന സംവിധായകൻ തന്നെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും പിന്നീട് ഫാസിലിൻ്റെ ഹരികൃഷ്ണ എന്ന ചിത്രത്തിലാണ് വീണ്ടും ഒന്നിച്ച് വരുന്നത്. അതിനു മുമ്പ് ഒട്ടേറെ സിനിമകളിൽ IV ശശി സിനിമകളിലായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും വലിയ കാൻവാസിൽ ഒരുപാട് നടീനടന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സിനിമകൾ സംവിധാനം ചെയ്ത ഒരു വലിയ കലാകാരൻ തന്നെയായിരുന്നു നമ്മുടെ IV ശശി. അദ്ദേഹത്തെ ഒരിക്കലും മലയാള സിനിമ മറക്കുവാൻ പറ്റത്തില്ല. കാരണം മലയാള സിനിമ ഉള്ള കാലം വരെയും IV ശശി എന്ന അതുല്യ പ്രതിഭയെ മലയാള സിനിമ മറക്കത്തില്ല. 2017 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹം 90 കാലഘട്ടത്തിന് ശേഷം പിന്നെ സിനിമയിൽ നിന്നെല്ലാം മാറി നിന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ അധികം പുറത്തിറങ്ങിയില്ല. എന്നാലും അദ്ദേഹം ആ കാലഘട്ടം വരെയും ചെയ്തു വെച്ച സിനിമകൾ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആവനാഴി പോലുള്ള സിനിമകൾ, അബ്കാരി പോലുള്ള സിനിമകൾ, മമ്മൂട്ടിയൊക്കെ വെച്ച് ഒരുപാട് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത് ഹിറ്റാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയെ വെച്ച്, മോഹൻലാലിനെ വെച്ച്, അതുപോലെ കമൽഹാസനെ വെച്ച് ചെയ്ത സിനിമയായിരുന്നു ഈറ്റയൊക്കെ വളരെ നല്ല സിനിമയും നല്ല പാട്ടുകളും വളരെ മനോഹരമായ സിനിമയായിരുന്നു ഈറ്റ. അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരുന്നു പോകും. അതായത് ഏറ്റവും കൂടുതൽ നടിമാരെ, അത് ഒരു സിനിമയിൽ തന്നെ സീമ, ഉർവശി, അംബിക, സുകുമാരി, ഇങ്ങനെ വലിയ നടിമാരെ വെച്ചും
അവർക്കെല്ലാം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അവർക്കെല്ലാം അവരുടേതായ അഭിനയിക്കാനുള്ള ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പല സിനിമകളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു പ്രത്യേകതയും IV ശശി എന്ന സംവിധായകന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മലയാള സിനിമ ഇനി എത്ര കാലം മുന്നോട്ട് പോയാലും, ഈ ആരൊക്കെ വന്നാലും, എത്ര വലിയ സംവിധായകർ വന്നാലും, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും IV ശശി എന്ന സംവിധായകൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. കാരണം അത്രയ്ക്ക് മനോഹരമായ സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു വലിയ കലാകാരൻ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട IV ശശി എന്ന ആ വലിയ കലാകാരൻ.